ഏവർക്കും നമസ്കാരം. തേനും വയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം ഇടവരാശിക്കാരായ കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം അര എന്നീ നക്ഷത്രജാതർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇവിടെ നാം പങ്കുവയ്ക്കുന്നത്. ഒരു വ്യക്തിയുടെ ഫലങ്ങൾ നോക്കുമ്പോൾ നാം ആദ്യം നോക്കേണ്ടത് ആരോഗ്യത്തെക്കുറിച്ചാണ്. ഈ രാശിജാതരുടെ അധിപനായ ശുക്രൻ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആദ്യ 2 ആഴ്ച ശാരീരികമായും മാനസികമായും ചെറിയ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. എന്നാൽ ശുക്രൻ 11-ാം തീയതി മുതൽ ഭാഗ്യസ്ഥാനമായ 9-ൽ പ്രവേശിക്കുമ്പോൾ ഇവർക്ക് സൗഖ്യം ഉണ്ടാകും. ടെൻഷൻ, സ്ട്രെസ് എന്നിവ കുറയും. രണ്ടാമതായി നാം നോക്കേണ്ടത് ഒരു വ്യക്തിയുടെ കുടുംബജീവിതമാണ്. 7-ാം ഭാവാധിപനായ കുജൻ ഫെബ്രുവരി 5 മുതൽ ഉച്ചനായി മകരത്തിൽ പ്രവേശിക്കുന്നതിനാൽ ദാമ്പത്യസുഖം, കുടുംബജീവിതം എന്നിവ സുഖകരം ആകും. കൂടാതെ കളത്രകാരകനായ ശുക്രൻ 11-ാം തീയതി മുതൽ 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് കുടുംബജീവിതം, ദാമ്പത്യജീവിതം എന്നിവ ഏറെ ആഹ്ലാദകരമാക്കും. കുജ ശുക്ര സംയോഗം വരുന്നതിനാൽ പ്രണയിതാക്കൾ, പ്രണയസാഫല്യം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും. മൂന്നാമതായി നാം ചിന്തിക്കേണ്ടത് തൊഴിൽ അഥവാ ഔദ്യോഗിക ജീവിതമാണ്. ഈ രാശിജാതരുടെ കർമാധിപനായ ശനി കർമ്മഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. അത് തൊഴിൽ രംഗത്ത് ഉയർച്ച, ഉന്നതി, കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ എന്നിവ ഉണ്ടാക്കും. ഫെബ്രുവരി 14 മുതൽ രവി കുംഭത്തിൽ വരുന്നതിനാൽ ശനി സൂര്യയോഗം ഉണ്ടാകും. തന്മൂലം ടെൻഷൻ, സ്ട്രെസ് എന്നിവ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട്. ബിസിനസ്സുകാർക്ക് 11-ാം തീയതി മുതൽ പുരോഗതി, ഉയർച്ച എന്നിവ ഉണ്ടാകുന്നതാണ്. 11-ാം തീയതി മുതൽ ഭാഗ്യകാരകനായ ശുക്രൻ 9-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. നാലാമതായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ രാശിജാതരുടെ 5-ാം ഭാവാധിപനായ ബുദ്ധികാരകനായ ബുധൻ ഈ മാസം ഭാഗ്യഭാവമായ 9, കർമ്മഭാവമായ 10 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ പഠനത്തിൽ ഏറെ പുരോഗതി, വിജയം, നേട്ടങ്ങൾ എന്നിവ കൈവരിക്കും. ഉപരിപഠനത്തിന് നല്ല ഭാഗ്യാനുഭവം, നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും ഈ മാസം ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകും. അഞ്ചാമതായി ഇവരുടെ ധനസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാം. ഈ രാശിജാതരുടെ ധനസ്ഥാനത്തിന്റെ അധിപനായ ബുധൻ ഭാഗ്യഭാവത്തിലും കർമ്മഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ പൊതുവെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. കൂടാതെ രാഹുവിന്റെ 11-ലെ നിലയും ഏറെ അനുകൂലമാണ്. എന്നാൽ ഈ രാശിജാതരുടെ വ്യയസ്ഥാനമായ 12-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ചെലവുകൾ വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും ശുഭകരമായ കാര്യങ്ങൾക്കായിരിക്കും ഈ ചെലവുകൾ ഏറെയും ഉണ്ടാകുക. അതിനാൽ പരിഹാരമായി ഈ രാശിജാതർ വ്യാഴത്തെയും വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തേണ്ട പരിഹാരകർമ്മങ്ങൾ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക. അപ്പോൾ ചെറിയ ചില പ്രതികൂല ഫലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം അര എന്നീ നക്ഷത്രജാതർക്ക് ഈ മാസം ഏറെ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നു. ഇവർക്കും നന്മകൾ നേരുന്നു. നാം ഏവരെയും ഈശ്വരൻ കടാക്ഷിക്കട്ടെ. നമുക്കേവർക്കും പിതൃപുണ്യം, ഗുരുത്വം എന്നിവ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.